രക്ഷിക്കപ്പെട്ടിട്ട് 10-32 വർഷമായി, 10-25 വർഷമായി, 10-20 വർഷമായി. സ്തോത്രം. ഒരു വിടുതലും ചില വിഷയങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് വിചാരിച്ചു. ഇന്ന് ആദ്യമായിട്ട് ഒരുത്തം വരിക. സ്തോത്രം. വചനം കേട്ടപ്പോൾ അവനങ്ങ് സൗഖ്യം പ്രാപിച്ചു. സ്തോത്രം. അല്ലേ വേണ്ട? നമ്മൾ 10-25 വർഷമായി സഭയിൽ നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വിഷയത്തിന് ഇപ്പോഴും വിടുതൽ കിട്ടിയിട്ടില്ല. സ്തോത്രം. ഇടത്തിരിക്കുന്ന ഒരാൾക്ക് വിടുതൽ കിട്ടി. പുള്ളി വന്നിട്ട് 2 ആഴ്ചയേ ഉള്ളൂ. സ്തോത്രം. പുൾപിറ്റ കയറി സാക്ഷ്യം പറയുക, ഞാൻ ഈ സഭയിൽ വന്നിട്ട് 2 ആഴ്ചയേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മാസമേ ഉള്ളൂ, അല്ലെങ്കിൽ 1 വർഷമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ദൈവം, എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. ഇങ്ങനെ സാക്ഷ്യം നമ്മൾ കേട്ടിട്ടില്ലേ? കരമുയർത്തി ഇന്ന് സ്തോത്രം ചെയ്തേ. എന്തിനാ കേൾപ്പിച്ചെന്നറിയാം? വിശ്വസിക്കാൻ വേണ്ടിയാ. 32 വർഷമുള്ള നീ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാ. 40 വർഷം ക്രിസ്ത്യാനുഭവമുള്ള നീ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അത് കേൾപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. പള്ളി പ്രമാണിക്ക് നല്ല എക്സ്പീരിയൻസ്, പള്ളിയുമായിട്ട് ഭയങ്കര ബന്ധമാണ്. പക്ഷേ അവളുടെ സാക്ഷ്യം കേട്ടപ്പോൾ മനസ്സിലായി, മറ്റൊന്നും വേണ്ട, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഹല്ലേലൂയ. സ്തോത്രം. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അവനെ ചേഞ്ച് ചെയ്തത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്ന എന്തിന് എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു പറഞ്ഞു, പള്ളിപ്രമാണിയോട് പറഞ്ഞു, ആ വാക്ക് നീ കാര്യമാക്കണ്ട. എങ്ങനെ കാര്യമാക്കാതിരിക്കും? ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. കണ്ണിന് കണ്ട കാര്യം പറഞ്ഞേ. കൊച്ചു മരിച്ചത് അടക്കാനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. സ്വതം. പക്ഷെ യേശു പറയുക, നീ കണ്ടത് ശരി തന്നെ. സ്വതം. പെട്ടി ശരിയാക്കിയിട്ടുണ്ട്, അവിടെ ഫ്യൂണറലിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ സ്തോത്രം, ആ വാക്ക് നീ കാര്യമാക്കണ്ട, ഭയപ്പെടണ്ട. ഭയത്തിന്റെ സ്ഥാനത്ത് വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. അവനെന്ത് ചെയ്തു? വിശ്വസിച്ചു. ഭയപ്പെട്ടില്ല, അവൻ അലമുറയിട്ടില്ല, കരഞ്ഞില്ല, ചങ്കത്തടിച്ചില്ല, ഓടിപ്പോയില്ല. പിന്നെയോ യേശുവിന്റെ വാക്ക് അവൻ വിശ്വസിച്ചു. ആ ഭവനത്തിന്റെ അകത്ത് അത്ഭുതം നടന്നു. ആ ഭവനത്തിന്റെ അകത്ത് അത്ഭുതം നടന്നു. ചില സാക്ഷ്യങ്ങളൊക്കെ നമ്മളെ കേൾപ്പിക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, നിന്റെ ഇപ്പോഴത്തെ വിശ്വാസം പോരാ. നിന്റെ വിശ്വാസത്തിനൊരു മാറ്റം വേണം. നിന്റെ വിശ്വാസത്തിനൊരു വർധനവ് വേണം. ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാനുണ്ട്. ഈ 2023 ഡിസംബർ മാസത്തിന്റെ 1-ാം തീയതി പറ, ഹല്ലേലൂയ, എന്റെ വിശ്വാസത്തിന്റെ അളവിനൊരു മാറ്റം എനിക്ക് വേണം. ഹല്ലേലൂയ.